Good morning, ladies and gentlemen. Welcome to your favorite. ഹലോ ഗൈസ്, ഞാൻ ഒരു ചെറിയൊരു വീഡിയോ ഇടാം എന്ന് വിചാരിച്ചു. ബിക്കോസ് 2-3 ഫോണുകൾ നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ റിലീസായിട്ടുണ്ട് നെമിൻ്റെ. അപ്പോൾ അതിൻ്റെ എൻ്റെ അഭിപ്രായമാണ് ഞാനിവിടെ പറയാൻ അല്ലെങ്കിൽ രേഖപ്പെടുത്താൻ എനിക്ക് ആഗ്രഹം. ഒന്നാമത്തെ കാര്യം, റിയൽമി ഒരു ഫോൺ ഇറക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണെന്ന് തോന്നുന്നു 13 Pro Plus അല്ലെങ്കിൽ 13 Pro 2 ഫോണുകളാണ് ഇറങ്ങിയത്. റിയൽമി 12 Pro സീരീസ് ഇറങ്ങുന്ന എപ്പോഴെന്നറിയോ? ജാനുവരി 29 വിത്തിൻ 7 മാസത്തെ സ്പാൻ അവർ അടുത്ത ഫോൺ ഇറക്കിയിരിക്കുകയാണ്. ഓഗസ്റ്റ് 6. അതായത് ഓഗസ്റ്റ് 6 സെയിൽ തുടങ്ങാൻ പോണത്. എന്തിനിടെ ഇങ്ങനെ ഫോൺ ഇറക്കി? നിങ്ങൾക്ക് അല്ല, എന്താണ് നിങ്ങൾ അവിടെ എന്താണ് നിങ്ങളുടെ പ്രശ്നം? എന്താണ്? വാട്ട് ഈസ് ദ പ്രോബ്ലം ഓഫ് ദ കമ്പനി? വൈ യു ഹാവ് ടു കം ഔട്ട് വിത്ത് എ ഫോൺ ഇൻ എ വെരി ഷോർട്ട് സ്പാൻ ഓഫ് ടൈം? എന്തിനാണ് നിങ്ങളത് ചെയ്യുന്നത്? ഇതിലെന്താണുള്ളത്? നിങ്ങൾക്ക് ഈ ഇതൊരു എസ് വേണമെങ്കിൽ നമുക്ക് ഈ ഐഫോൺ എസ് സീരീസ്, ഈ OnePlus T എന്നൊക്കെ പറയണ പോലത്തെ അങ്ങനത്തെ ഒരു അപ്ഗ്രേഡേ ഉള്ളൂ ഇവിടെ. ഒന്നെന്ന് പറഞ്ഞാൽ സെയിം ചിപ്സെറ്റാണ് ഇതിൽ വരുന്നത്, 7S Gen 2. ആകെ മാറ്റം എന്ന് പറഞ്ഞാൽ ചാർജിങ് സ്പീഡ് മറ്റേ 67 വാട്ട് ആണെങ്കിൽ ഇതിൽ 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്. 5000 mAh ബാറ്ററി ആണെങ്കിൽ ഇതിൽ 5200. വേറെ വലിയ മാറ്റമൊന്നുമില്ലടാ. ആകെ പിന്നെ ഗൊറില്ല ഗ്ലാസ് 7i പ്രൊട്ടക്ഷൻ ഉണ്ട്. മറ്റേ പ്രൊട്ടക്ഷൻ ഒന്നുമില്ല കർവ്ഡ് ഗ്ലാസ്സിൽ. അതൊന്നും അല്ലാതെ വലിയ ചേഞ്ചസ് ഒന്നുമില്ല. പെരിസ്കോപ്പിൽ തന്നെ ഇപ്പോൾ കഴിഞ്ഞ 12 Pro Plus 64 മെഗാ പെരിസ്കോപ്പാണ് വന്നതെങ്കിൽ ഇവർ 50 മെഗാ ജസ്റ്റ് മറ്റേത് F2.8 ആണ്. ഇപ്പോഴത്തെ ഇറങ്ങിയതിൽ F2.7 ആണ്. ഒരു 0.7ൻ്റെ ഒരു രീതിയിൽ കുറച്ചും കൂടെ ലൈറ്റ് കയറും. എന്തിനാണ് ഈ ഫോണൊക്കെ ഇറങ്ങണത്? എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങളെ. വാട്ട് ഈസ് ഹാപ്പനിങ്? ഇവന്മാർ കോമഡി കാണിച്ചപ്പോൾ ഇന്ന് വേറൊരുത്തന്മാർ കോമഡി കാണിച്ചുകൊണ്ട് വന്നേക്കണ്. നത്തിങ് 2A Plus എന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് Dimensity 7350 എന്നൊരു ചിപ്സെറ്റും, ഇത്തിരി മാറ്റം, ഒരിത്തിരി ചാർജിങ് സ്പീഡ്, എന്തിരി അല്ല ഈ ഇത്തിരി എന്തിനാണ് ഇറങ്ങണത്? എനിക്ക് ഇറിറ്റേഷൻ വരുന്നുണ്ട്. എന്തിനാണ് ഇങ്ങനെ ചെയ്യണത്? എന്തിനാണ് ഇങ്ങനെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നത്? എന്തിനാണ് ഇങ്ങനെ ഫോൺ ഇങ്ങനെ ചുമ്മാ ഡംപ് ചെയ്യാണ് നാട്ടുകാരിലോട്ട്? അതിൻ്റെ ആവശ്യം എന്തോന്നാണ്? നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്താണ് പ്രയോജനം? നിങ്ങൾ പറയാൻ പോകുന്ന സാധനം ഈ പറയുന്ന റിയൽമി 13 Pro Plus മറ്റേ നാട്ടുകാരെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് മാറ്റി കളയുന്ന പരിപാടി ഉണ്ടെന്ന്. ഏതൊരു 8 GB RAM ഉള്ള ഒരു ഫോണിലും ന്യൂറൽ പ്രോസസ്സിംഗ് ഉള്ള പ്രോസസ്സറുള്ള അതായത് ഈ 7S Gen 2 എന്ന് പറയുന്ന സാധനത്തിൽ ഈ ഒരു AI ഫീച്ചർ കൊടുക്കാൻ പറ്റുമെങ്കിൽ 12 Pro Plus വിത്തൻ അപ്ഡേറ്റ് നിങ്ങൾക്ക് ഈ പറയുന്ന AI ഫീച്ചർ കൊടുക്കാൻ പറ്റും. ഇല്ലേ? അല്ലെന്ന് പറയാൻ പറ്റുമോ? എന്തിനിടെ ഇങ്ങനെ ഫോൺ ഇറങ്ങണ? OnePlusനെ പറ്റി ഞാൻ പറയണില്ല. OnePlus Nord 4 എന്ന് പറയുന്നത് ഇനി തൊട്ട് ഒരു മനുഷ്യരും ഒറ്റ മനുഷ്യർ ലെറ്റ് ഇറ്റ് ബി. ഞാൻ പറയാം, എനിക്ക് റിവ്യൂ ചെയ്യുന്നതും കൂടെയാണ് പറയാനുള്ളത്. ഇനി കളർ OS എന്ന് പറഞ്ഞാൽ മതി. അതായത് ഈ റിയൽമിയിൽ കിടക്കണ സെയിം സാധനം തന്നെയാണ് ഇപ്പോൾ OnePlusലും കിടക്കണം. പണ്ടൊക്കെ ഒത്തിരി വിഷമമുണ്ട്. ഞാൻ അത്രയ്ക്കും ഇഷ്ടപ്പെട്ട ഒരു ബ്രാൻഡാണ്. ഞാൻ ഐഫോണിൽ നിന്നും മാറുന്നത് OnePlusലോട്ടായിരുന്നു. OnePlus 5T. ഞാൻ OnePlus 1 യൂസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. എൻ്റെ സിസ്റ്ററിൻ്റെ, അതായത് എൻ്റെ അളിയൻ്റെ കയ്യിൽ അതായിരുന്നു യൂസ് ചെയ്യുന്നത്. പുള്ളി OnePlus 1 ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരുന്ന OnePlus സെറ്റിൽഡൊന്നും അല്ല, എവിടെയോ പോയി. എനിക്ക് അറിഞ്ഞൂടെ എന്തിനാണ് ഇങ്ങനെ ഒരു കാര്യവും ഇല്ലാതെ ഇങ്ങനെ ഫോൺ ഇറക്കണേന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഒരു മാറ്റവും ഇല്ല. ഇനി അങ്ങോട്ട് ഒരു മാറ്റവും ആരും പ്രതീക്ഷിക്കേണ്ട. ഒരു ഇത്തിരി, ഇനി അത് മാത്രം നോക്കിയാൽ മതി. ഇത്തിരി, ഒരത്തിരി, AI ഇത്തിരി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. കഷ്ടമുണ്ട്. ഒന്നും പറ്റൂലേ? ഞാൻ പറയട്ടെ, ഞാൻ അതാണ് പറയണത്. നിങ്ങൾക്ക് എന്തിനാണ് ഇങ്ങനെ ഫോൺ ഇറക്കണം? എന്തിനാണ് ഇറക്കിയിട്ട് നിങ്ങൾക്ക് എന്തിനാണ് കിട്ടാൻ പോണത്? പരമ കഷ്ടം എന്ന് പറഞ്ഞാൽ കഷ്ടം. ഇപ്പം എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ OnePlus Nord 4ൻ്റെ കൂടെ ഇറങ്ങിയ മറ്റേ സാധനമല്ലേ Honor 200 എന്ന് പറഞ്ഞ ഫോൺ, അതും ഇതുമായിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഓണറിന് എനിക്ക് ഒന്നുമില്ല. ബ്ലോട്ട്വെയർസും ആഡ്സും ഉണ്ടെന്ന് അവരെ സോഫ്റ്റ്വെയറിൽ, ഇഫ് ഐ ആം നോട്ട് റോങ്. ഇപ്പോൾ ഇന്ത്യയിലുള്ള എനിക്ക് ഇവിടെ ഒന്നും ആ പരിപാടിയില്ല, ബ്ലോട്ട്വെയർ ഒന്നുമില്ല ഇവിടെ കിട്ടണ ഓണറിൻ്റെ ഫോണിന്. പിന്നെ ഓണറിൻ്റെ ഈ സാധനം റിലീസുണ്ട് ഓഗസ്റ്റ് 2 Honor Magic 6 Pro. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ എൻ്റെ ഈ ചാനലിൽ തന്നെ ആ ഫോണിൻ്റെ റിവ്യൂ ഇട്ടിട്ടുണ്ട്. കിട്ടില്ല ഫോണാണ്, പക്ഷേ അതിൻ്റെ പ്രൈസിങ് എത്രയാവുമെന്ന് എനിക്കറിയത്തില്ല.
സ്നാപ്ഡ്രാഗൻ്റെ ചിപ്സെറ്റും കിടിലം ഫോട്ടോ എടുക്കാനുള്ള സെൻസേഴ്സൊക്കെ വെച്ചിട്ട് സൂപ്പർ ഫോണാണ്. അവന്മാരത് പ്രൈസിങ്ങിൽ നെയിൽ ചെയ്ത് കഴിഞ്ഞാൽ വേറെ ലെവലായിരിക്കും. എനിക്ക് തോന്നുന്നത് ഒരു 75,000 80,000 രൂപയൊക്കെ ആയിരിക്കും. എന്തിനാണെങ്കിലും അതൊരു ഗംഭീര പ്രോഡക്റ്റാണ്. അതല്ല എനിക്കിത് പറയണമെന്നുണ്ട്. ഇപ്പം ശരിയാണ്, ഞാൻ ഫോൺ യൂസ് ചെയ്തിട്ടില്ല. എന്തിനിടെ യൂസ് ചെയ്യണത്? ഞാൻ വളരെ ഒരു ലോജിക്കായിട്ടൊരു കാര്യമുണ്ട്. റിയൽമിയുടെ സോഫ്റ്റ്വെയർ അത് തന്നെയല്ലേ ഈ പറയുന്ന എല്ലാ റിയൽമിയുടെ ഫോണിലും ഉള്ളത്. One UI ഒന്ന് ഇതിൻ്റെ അകത്ത് ഇരിക്കണ One UI വേറെയാണ്. അതായത് സാംസങ്ങിൻ്റെ One UI മറ്റേ ഫ്ലാഗ്ഷിപ്പ് പറഞ്ഞ One UI വേറെയും അതിൻ്റെ ഉള്ള താഴെയുള്ള പൈസയ്ക്ക് ഉള്ളതിനൊക്കെ വേറെ One UI ആണ്. മറ്റേ ഗുഡ് ലോക്കൊന്നും അതിൽ വർക്ക് ചെയ്യില്ല, ഇതിൽ വർക്ക് ചെയ്യും. ഗുഡ് ലോക്ക് കസ്റ്റമൈസേഷനൊക്കെ ഇതിൽ വർക്ക് ചെയ്യും. ആപ്പിൾ iOS മറ്റേ ഓരോരോ ഫോണിന് ഇതനുസരിച്ചിട്ട് അവന്മാരും മറ്റേ ഫീച്ചേഴ്സ് കട്ട് ചെയ്ത് വിടാറുണ്ട്. പിന്നെ ആപ്പിൾ ഇൻ്റലിജൻസിനെ പറ്റി ഞാൻ പറഞ്ഞതാണല്ലോ, ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഇപ്പോൾ കോൾ റെക്കോർഡിങ് എനിക്ക് കുറേ പേര് പറയുന്നുണ്ട് കോൾ റെക്കോർഡിങ് കെയിം ടു ഐഫോൺസ് ഇല്ല. 15 Pro Max അങ്ങനെ എടുത്ത് പറയണം. വെറുതെ ആൾക്കാരെ കൺഫ്യൂസ് ആക്കരുത്. 15 Proയും Pro Maxലും മാത്രമേ കോൾ റെക്കോർഡിംഗ് ഓപ്ഷൻ ഉള്ളൂ. ഇറ്റ്സ് ആൻ ആപ്പിൾ ഇൻ്റലിജൻസ് ഫീച്ചർ. ആപ്പിൾ ഇൻ്റലിജൻസ് ഉള്ള ഫോണുകളിലെ കോൾ റെക്കോർഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറയണം. അല്ലാതെ വെണ്ടയ്ക്ക അക്ഷരത്തിൽ ട്വിറ്ററിൽ വന്നിരുന്ന ഐഫോൺസിൽ കോൾ റെക്കോർഡിംഗ് വന്നെന്ന് പറയരുത്. ഡോണ്ട് കൺഫ്യൂസ് പീപ്പിൾ. എനിക്ക് മനസ്സിലാവുന്നില്ല എന്തിനാണ് ഇങ്ങനെ മനുഷ്യനെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാനായിട്ട് ഓരോരോ ബ്രാൻഡ്സ് ഇങ്ങനെ. അപ്പം ഞാൻ പറഞ്ഞു വരുന്ന കാര്യം അതാണ്. എല്ലാ സാധനങ്ങളും ഇപ്പം നമുക്കൊരു ഫോണിന് അങ്ങനെ യൂസ് ചെയ്യണമെന്ന ആവശ്യമില്ല. അതിൽ വന്ന ഡിഫറൻസ് മാത്രം നോക്കിയാൽ മതി. ക്യാമറയിലുള്ള അവർ പറയുന്ന ഇത്തിരിയും അത്തിരിയും അതല്ലാതെ എവ്രി ഫോൺ ഇസ് ദ സെയിം. HyperOS സെയിം ത്രൂ ഔട്ട് അവരെ ലൈനിലുള്ള ഇതൊക്കെ സെയിമാണ്. അതേപോലെ തന്നെയാണ് One UI, അതേപോലെ തന്നെയാണ് FunTouchOS. നിങ്ങൾക്ക് ആകെ വരുന്ന എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അവർ പറയുന്ന ഒരു ഫീച്ചർ ഉണ്ടാകും. ക്യാമറ ക്വാളിറ്റി കിടലുമായി, ബാറ്ററി ലൈഫ് കിടലുമായി, ഇങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഞാൻ പറഞ്ഞു എന്തിനാണ് നിങ്ങളെ കൊണ്ട് പറ്റില്ലെങ്കിൽ ഇങ്ങനെ ചവറ് കണക്കിന് ഫോൺ ഇറക്കുന്നത്? വൈ? ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദ റീസൺ. ഓരോരോ കമ്പനീസും അതിനൊരു ഒരു 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 ജസ്റ്റിഫിക്കേഷൻ തരേണ്ട സമയമൊക്കെ കഴിഞ്ഞിടേ. എനിക്കും അടുത്ത് എന്തിനാണ് ഒരു ചാനൽ തുടങ്ങി വെച്ചിട്ട് 10 എല്ലാവരും ഫോണിട്ട് ഇങ്ങനെ കളിക്കുകയാണ്. വരണ ഫോൺ മൊത്തം എടുത്ത് അങ്ങ് സൂപ്പർ തകടാസോ ഫോൺ. എന്തിനാണ് നാട്ടുകാർ? ഞാൻ എന്താണെങ്കിലും വളരെ വലിയൊരു ജോക്കാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് ഇത്തിരിയൊന്നും അല്ല, നിങ്ങൾക്കൊരു സാധനം ഒരു ചേഞ്ച് കൊണ്ടുവരണമെന്നൊക്കെ ഉള്ള ഒരു ഡിവൈസിൽ നിങ്ങൾ കൊണ്ടുപോടേ. എനിക്കിത് പറയണമെന്നുണ്ടായിരുന്നടേ, അത് വെച്ച് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ പോണ് കണ്ടം വഴി പോയി.